അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അൽ ഫൈസീന ബിറില്ലാഹ്. മനുഷ്യർ തമ്മിലല്ല യുദ്ധം, മനുഷ്യത്വം എന്നൊരു മഹിതമായ ആശയം നിലനിൽക്കാൻ വേണ്ടി ഒരു പോരാട്ടം ആവശ്യം വന്നാൽ തെറ്റിനെ എതിരിൽ ചെറുക്കാം, പോരാടാം. അല്ലാതെ രാജ്യങ്ങൾ തമ്മിൽ എന്തിന് യുദ്ധം, മനുഷ്യർക്ക് തമ്മിൽ എന്തിന് യുദ്ധം? അള്ളാ പത്രങ്ങൾ എടുത്താൽ ദാ യുദ്ധം തുടങ്ങാമെന്ന് യുദ്ധം തുടങ്ങാൻ പോകുന്നു. ആയുധങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കണം, വാശികൾ നടക്കണം, രാജ്യങ്ങൾ അങ്ങുമിങ്ങും വെട്ടിപ്പിടിക്കണം, കൊള്ളയടിക്കണം. മനുഷ്യർക്കൊക്കെ എന്ത് സംഭവിച്ചു? ജഗന്യന്താവായ സൃഷ്ടാവായ അള്ളാഹു നൽകിയ ബുദ്ധിയും വിവേകവും മനുഷ്യത്വം അതൊന്ന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൂടെ? നാം ഒന്നാം ലോക യുദ്ധവും രണ്ടാം ലോക യുദ്ധവും ഒക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ സഹോദരങ്ങളെ? ഒന്നും രണ്ടും ലോക യുദ്ധങ്ങളിലെ രക്തച്ചൊരിച്ചിലും ആൾനാശവും സാമ്പത്ത് നാശവും എല്ലാം കണ്ടുകൊണ്ട് ലോകം മരവിച്ചിരിക്കുക. രണ്ടാം ലോക യുദ്ധത്തിൽ മാത്രം 5,48,00,000 ആളുകൾ മൃഗീയമായി വധിക്കപ്പെട്ടിട്ടില്ലേ? ഇന്നും നമ്മൾ ആ കൊല കാണുകയാണ്. 40 ലക്ഷം കോടി ഡോളർ ഈ മാനവിക സമൂഹത്തിന് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടത് നഷ്ടപ്പെട്ടു എന്നല്ലേ കണക്ക്. 1,30,00,000 കുട്ടികൾ തന്നെ മരണമടഞ്ഞത്രയേ. അല്ലാ, ഇപ്പോഴും ഗസയിലൊക്കെ കണ്ടില്ലേ? എത്ര കുഞ്ഞുങ്ങളാ നിരപരാധികൾ. ഒന്നല്ലല്ലോ, രണ്ടല്ലോ, 1000 ആരാണ് ഈ കൊന്നുകളയുന്നത്? വന്യമൃഗങ്ങളല്ലല്ലോ, കാട്ടുജീവികളല്ലല്ലോ. അന്നം കഴിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യർ തന്നെയാണ് മറ്റുള്ളവർക്ക് നിര ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞകാല യുദ്ധങ്ങളുടെ വളരെ ഭീകരമായ കണക്കുകൾ നമ്മെ ഞെട്ടിക്കുന്നതാണെങ്കിൽ ഇന്നും ഇതാ ലോകരാജ്യങ്ങൾ അവരുടെ ശക്തി മത്സരങ്ങൾ നടക്കുകയാണ്. ചില സഖ്യകക്ഷികളും അല്ലാത്തവരും ഒക്കെയായി മനുഷ്യരെ കൊന്നെടുക്കുന്നു. അപ്പോൾ നാം ഇവിടെ സ്നേഹത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങൾ മുഴക്കുന്ന മതസംഘടനകളുണ്ട്, നല്ല മനുഷ്യരുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട് ഒക്കെ ഉണ്ട്. അപൂർവം ചില രാജ്യങ്ങളൊക്കെ മറ്റുള്ളവരെ ആക്രമിക്കാൻ പോകുന്നുമില്ല. പക്ഷേ എങ്കിലും ആക്രമണ യുദ്ധവാസന ഇങ്ങനെ വർദ്ധിച്ച് ആഗോളതലത്തിൽ കണ്ട് നാം പൊറുതിമുടുമ്പോൾ ജഗന്യവന്താവായ അല്ലാഹുവിൻ്റെ പ്രത്യയശാസ്ത്രമായ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്നേഹ മന്ത്രത്തിൻ്റെ മകുടോദാഹരണങ്ങൾ നാം അത് പറയാതെ വയ്യ, പ്രചരിപ്പിക്കാതെ വയ്യ. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ മതം കൂട്ടു നിൽക്കുന്നില്ലല്ലോ. നമുക്കതിലേക്ക് വരാം. പക്ഷേ ഈ ഒരു ഭീകര അന്തരീക്ഷത്തിലാണ്, ഇത്തരം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അത് ആ ഉമ്മയുടെ 18 വർഷത്തെ കണ്ണുനീര് തുടയ്ക്കാൻ നമ്മുടെ നാട്ടുകാരനായ ബോച്ച് അങ്ങനെ അനേകായിരങ്ങൾ കൈകോർത്തത് അല്ലേ? ധർമ്മിഷ്ഠനായ യൂസുഫ് അലി സാഹിബ് ഉൾപ്പെടെയുള്ളവരും രംഗത്ത് വന്നു. 34 കോടി വേണമായിരുന്നു അത്രേ. എന്താണ് ചെറുപ്പക്കാരൻ സംഭവിച്ചത്? ഏതോ ഒരു അബദ്ധം സംഭവിച്ചതാണ്. ഒരബദ്ധം പറ്റിയതാണെങ്കിൽ ഒരു കോടതിയിലും അത് തെറ്റല്ലല്ലോ. ഇസ്ലാമും അതിനെ തെറ്റായി കാണുന്നില്ല. പക്ഷേ ശിക്ഷിക്കപ്പെട്ടു. ഉമ്മ കണ്ണുനീരുമായി മകൻ വരുന്നത് കാത്തിരുന്നു. അതെ, ഇപ്പോൾ രക്ഷയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. പക്ഷേ അതിൽ കേരളീയ മനസ്സുകൾ ഒന്നായി തീർന്ന നല്ല സൂര്യപ്രകാശം പോലെയുള്ള ഉദാഹരണം ഇതിനു മുമ്പും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്നത് ഇതാണ്, ഇത് തന്നെയാണ് മനുഷ്യത്വം. അപ്പോൾ അവിടെയും തിരുത്തരവാദവുമായി ആരൊക്കെയോ തലപൊക്കി. അതെന്തിനാ പൊള്ളാക്കാശി, എന്തിനാക്കാശി? വർഗീയത അങ്ങനെയാണല്ലോ, വിഭാഗീയത അങ്ങനെയാണല്ലോ. സഹിഷ്ണുതയില്ലാത്തവർ, മനുഷ്യത്വമില്ലാത്തവർ, മാനവികതയ്ക്ക് വില കൽപ്പിക്കാത്തവർ പണ്ട് കാലത്തുമുണ്ട്, ഇന്നുമുണ്ട്. അതങ്ങനെ നടക്കുന്നു. ഏതായാലും നമുക്ക് ഈ മാനവികതയുടെ മഹിതമായ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചില പ്രത്യയശാസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം അവിടെ തിളങ്ങി നിൽക്കുന്നു എന്ന് നമ്മൾ മുസ്ലിമീങ്ങൾ മാത്രം പറയുകയല്ല, എല്ലാവരും. പലപ്പോഴും നമ്മൾ ബർണാഡ് ഷീ പോലുള്ളവരുടെ ചില ഉദാഹരണങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതും ഒക്കെ
നാം ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ലോകസമാധാനം അത് പ്രവാചകൻ തന്നെയാണ് സാധിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞത്. ഒരു അമുസ്ലിം ചരിത്രകാരനായ ഗോൾഡൻ ചൈൽഡ് അദ്ദേഹം പറയുന്നത് ഈ സമാധാനത്തിൻ്റെ പദ്ധതികളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ ഒന്ന് പഠനവിധേയമാക്കണമെന്നാണ്. ശരിയാണല്ലോ. ഇപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചില സാഹിത്യകാരന്മാരും പ്രമുഖചന്ദ്രന്മാരും ഇസ്ലാം മുന്നോട്ട് വെച്ച സാമ്പത്തിക കർമ്മം ഒന്ന് പഠിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ സമർത്ഥമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത സാമ്പത്തിക ക്രമവും ഖുർആൻ വിശദീകരിച്ച സാമ്പത്തിക ക്രമവും ഒക്കെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റ് ഖലീഫമാരൊക്കെ നടപ്പാക്കിയപ്പോൾ ചരിത്രത്തിൽ നാം കേട്ടതല്ലേ. പിന്നെ പാവപ്പെട്ടവർ ചില ഇടങ്ങളിൽ അവരുടെ ഓഹരിയായ സക്കാത്ത് വാങ്ങാൻ പോലും പിന്നെ അവർക്ക് വേണ്ടാതായി. അങ്ങനെ അത് കേന്ദ്രത്തിലേക്ക് കൊടുത്തയച്ചു. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചല്ലോ, എന്തിനാ ഇങ്ങോട്ട് കൊടുത്തയച്ച്? ആ പ്രദേശത്തല്ലേ കൊടുക്കണ്ടേ? അതിന് ഞങ്ങൾ എന്ത് ചെയ്യും ഖലീഫ? ഇവിടെ പാവങ്ങളില്ല. എങ്ങനെ ഇല്ലാതായത്? വളരെ ശാസ്ത്രീയമായ കാലികമായ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സാമ്പത്തിക ക്രമം നടപ്പാക്കിയപ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് അത് ക്ഷേമം വന്നു എന്നതാണ് ചരിത്രത്തിൽ നമുക്കൊക്കെ വായിക്കാൻ കഴിയുന്നത്. എന്നതുപോലെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനും ഖുർആനും ഒക്കെ പറഞ്ഞ് ആ സ്നേഹത്തിൻ്റെ ഭാഷകൾ ഇപ്പോൾ നമുക്കതിന് ഇവിടെ കൈകാര്യം ചെയ്ത് ബോച്ച് എന്നൊരു സഹോദരൻ മാതൃകയുണ്ട്. എന്തായാലും വേണ്ടില്ല, ഇത്ര ഭീമമായൊരു സംഖ്യ ഒരു സാഹസമാണ്. പക്ഷേ വളരെ നിമിഷങ്ങളെ കൊണ്ടത് സാധിച്ചെടുത്തപ്പോൾ അതുപോലത്തെ മനുഷ്യർ മുന്നോട്ട് വന്നു എന്നതല്ലേ. അദ്ദേഹം ഒരു പ്രായമുള്ള സഹോദരനോട് ചോദിക്കുന്നുണ്ട്, അമ്മയാണെന്ന് തോന്നുന്നു, ക്രിസ്ത്യാനിയല്ലാത്ത ഒരാൾക്ക് 1,00,000 രൂപ അമ്മ സംഭാവന കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിരിച്ചുകൊണ്ട്. അതെ, ഇതിൽ ക്രിസ്തു ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും കൈകോർത്തു. അവസാനം നേതൃത്വം വഹിച്ച അദ്ദേഹം തന്നെ ആ സഹോദരൻ നാട്ടിലെത്തുമ്പോൾ തൊഴിൽ കൊടുക്കാമെന്നിട്ടു. അതെ, തൊഴിലും വേണമല്ലോ. ഇപ്പോൾ എല്ലാവരും തൊഴിൽ ചെയ്യണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ തൊഴിലൊന്നും ചെയ്യാതെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കാതെ പള്ളിയിൽ ഇബാദത്തും തവക്കലും ഒക്കെ ആയിട്ടിരിക്കുന്ന അയാൾ വിഡ്ഢിയെന്നാണ് പറയേണ്ടതെന്നാണ് അഹ്മദ് തങ്ങൾ മറുപടി പറഞ്ഞത്. അതെ, ആരാധന വേണം, ആത്മീയത വേണം, ദിക്റും ദുആയൊക്കെ വേണം, തസ്ബീഹ് വേണം, മതകാര്യങ്ങൾ ശ്രദ്ധിക്കണം. മതം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ചടഞ്ഞിരിക്കുക മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും ഔറാദുകളുമായി നടക്കുക, അതൊക്കെ വേണം. അള്ളാഹുവിൻ്റെ ഭയം വേണം. ആ ഭയത്തിൻ്റെയും ആത്മീയബോധത്തിൻ്റെയും ഒരു ഭാഗമാണ് തൊഴിൽ ചെയ്ത് കുടുംബത്തെ പോറ്റണം, അയൽവാസികളെ സംരക്ഷിക്കണം, നാട്ടുകാരെ സംരക്ഷിക്കണം, കുടുംബക്കാരെ സംരക്ഷിക്കണം. ഇപ്പോൾ അയൽവക്കങ്ങൾ തമ്മിൽ ഭീകര യുദ്ധത്തിലാണ്. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലും അത് നമ്മുടെ അയൽവക്കല്ലേ. ഇപ്പം പാകിസ്ഥാൻ എടുത്താൽ ഇന്ത്യയുടെ അയൽവക്കമാണ് അല്ലേ. അതുപോലെ തന്നെ ചൈന എടുത്താൽ നമ്മുടെ അയൽവക്ക. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉഭയകക്ഷികൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർത്തുകൂടെ? അക്കലും ചാറക്ക വലൂക്കാനൊക്കെ കാഫിറ, മുത്തനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വാക്കല്ലേ. നിന്റെ അയൽവാസി നീ ആദരിക്കൂ സഹോദര. വലൂക്കാന കാഫിറ, അയാളുടെ മതമൊന്നും നീ നോക്കണ്ട, അയാളുടെ തത്വശാസ്ത്രവും നീ നോക്കണ്ട, ഏത് മതത്തിൽപ്പെട്ട ആയിക്കോട്ടെ, അയൽവക്കാണോ. അപ്പോൾ ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അയൽവക്ക രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേലിനോട് അടുത്ത് കിടക്കുന്ന നാട് ഏതാണ്? ഇസ്രായേലുമുള്ളത് മനുഷ്യരല്ലേ, ഏത് മതമാകട്ടെ. മറ്റുള്ളവരുടെ എന്തുകൊണ്ട് ഒരു കാരുണ്യത്തിൻ്റെ മനസ്സങ്ങ് തുറന്നുകൂടാ? അതെ, അപ്പോൾ നമ്മുടെ ഒരു ഗ്രാമം മറ്റു ഗ്രാമവാസികൾ നമ്മുടെ അയൽവക്കാണ്. നമ്മൾ താലൂക്കും മറ്റു താലൂക്കും നോക്കുമ്പോൾ ഇതര താലൂക്ക് നമ്മുടെ അയൽവക്കമാണ്. 2 ഡിസ്ട്രിക്റ്റുകൾ തമ്മിൽ ഒരു ഡിസ്ട്രിക്റ്റുകാർക്കിടെ അയൽവക്കമാണ് ഡിസ്ട്രിക്റ്റുകാർ. സ്റ്റേറ്റുകൾ തമ്മിലും മത്സരം വേണ്ട. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ എടുക്കാം, ഒരു രാഷ്ട്രത്തിൽ തന്നെ ചില സ്റ്റേറ്റുകൾ ഭാഷയുടെയോ വേറെ എന്തിൻ്റെയൊക്കെ പേരിൽ കോടാലി എടുക്കുകയാണ്, അരിവാളെടുക്കുകയാണ്, ആയുധം എടുക്കുകയാണ്. ചില സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന രംഗം അല്ലാ ഒരൊറ്റ നോട്ടമേ നോക്കൂ, പിന്നെ നമുക്കത് കാണാൻ കഴിയില്ല. പച്ച മനുഷ്യരെ ആയുധങ്ങളെ കൊണ്ടിങ്ങനെ നിരനിരയായി നിർത്തി ആക്രമിക്കുന്ന എന്തൊരു ഭീകര മനസ്സിൻ്റെ ഉടമകൾ. മാറട്ടെ ഈ രംഗങ്ങളൊക്കെ. ജനങ്ങളൊക്കെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലേക്ക് വരിക. മതവിഭാഗങ്ങൾ തമ്മിലാണെങ്കിലും അവിടെ ഏറ്റുമുട്ടലോ മത്സരമോ ഒന്നും വേണ്ട. കഴിയുന്നതും സഹായ മനസ്സുകൾ സഹായിക്കുന്നത് നമ്മൾ സഹായിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ ഒന്ന് ക്ഷമിച്ചുകൂടെ? ക്ഷമിക്കാം, അങ്ങനെ വേണമെന്ന. അതൊക്കെ മനുഷ്യത്വത്തിൻ്റെ ഭാഗം, സൽസ്വഭാവത്തിൻ്റെ ഭാഗം. ദ്രോഹങ്ങൾ ഇങ്ങോട്ടുണ്ടായാലും മനുഷ്യത്വം അങ്ങോട്ടുണ്ടാകട്ടെ. സ്നേഹം സഹിഷ്ണുത ഇങ്ങോട്ട് കുറവാണെങ്കിലും സൗഹൃദം അങ്ങോട്ടുണ്ടാകട്ടെ.
കുടുംബങ്ങൾ തമ്മിൽ, നാടുകൾ തമ്മിൽ, മഹലുകൾ തമ്മിൽ, ഗ്രാമങ്ങൾ തമ്മിൽ, വിവിധ മതക്കാർ തമ്മിൽ, വിവിധ ഭാഷക്കാർ തമ്മിൽ, ഇങ്ങനെ ഒരു കൈകോർക്കലുകൾ, ഒരു ചേർന്ന് നിൽക്കലുകളുടെ കഥ. അപ്പോൾ ധനസഹായം നൽകി ജയിലിൽ മോചിപ്പിക്കുന്നു, തൊഴിൽ കൊടുത്ത് നമ്മൾ കണ്ടു. വ്യവസായ പ്രമുഖനായ യൂസഫ് അലി സാഹിബ് താമസിക്കാൻ വീട് കൊടുക്കാമെന്ന് ഏറ്റതായി മാധ്യമങ്ങളിലൊക്കെ കണ്ടു. അതെ, വീടില്ലാത്തവർക്ക് വീട് നാം ഉണ്ടാക്കി കൊടുക്കണം. അവിടെയുമൊക്കെ ഇപ്പോൾ നമുക്ക് യുദ്ധമല്ലല്ലോ വേണ്ടത്. നമ്മുടെ ഈ അടുത്ത് ഇപ്പോൾ വിദേശ നാടുകളിലൊക്കെ കുറച്ച് വെള്ളപ്പൊക്കമുണ്ട്, അറബ് രാജ്യങ്ങൾ. അവിടെയും മലയാളി സഹോദരങ്ങൾ സാന്ത്വനത്തിൻ്റെ പ്രവർത്തനം, മറ്റാത്ത സംഘടനകളൊക്കെ വെള്ളത്തിൻ്റെ നിറഞ്ഞെടുക്കുന്ന റോട്ടിലൂടെ സഞ്ചരിച്ച് മറ്റുള്ള വൃത്തിയാക്കാനും പ്രദേശത്ത് കുടുങ്ങിപ്പോയവരൊക്കെ പൊക്കിക്കൊണ്ടുവരാനൊക്കെ നടത്തുന്ന ശ്രമങ്ങൾ, അതെ, ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കിലോമീറ്ററുകളും ഭക്ഷണപ്പൊതികൾ എത്തിച്ചു കൊടുക്കുന്ന രംഗങ്ങൾ, ഇങ്ങനെ മറ്റുള്ളവൻ്റെ വിശപ്പിലൊക്കെ അങ്ങ് പങ്കുചേരണം. ആരാണ് കഷ്ടപ്പെടുന്നത്, വെള്ളം കിട്ടാതിരിക്കുന്നത്, അന്നം കിട്ടാതിരിക്കുന്ന അവരെ തീടി പിടിച്ചുകൊണ്ട് അവരെയൊക്കെ പോയി കാണുക. ആ രീതിയിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ. ആയിഷാ ബീവി അത്ഭുതപ്പെടുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാൻ പറഞ്ഞ കൂട്ട്, അതിൻ്റെ പ്രാധാന്യം. ഇവിടെ പാവങ്ങൾ സഹായിച്ചാൽ വിചാരണ നാളിൽ അഥവാ പരലോകത്ത് ആയിഷ നിനക്ക് രക്ഷയുണ്ടാകും എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. നാം പറഞ്ഞല്ലോ, അവിടെ ജാതി മതമൊന്നുമല്ല. ഇപ്പോൾ അബ്ദുറഹീമിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ഇസ്ലാമിക വിശ്വാസികൾ മാത്രമല്ലല്ലോ, എല്ലാ ഭാഗവും. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ ശിഷ്യനായ മുജാഹിദ് റളിയല്ലാഹുവിന് പറയാം, ഞാൻ ഒരിക്കൽ ഇബ്നു ഉമർ അബ്ദുല്ലാഹിബിൻ ഉമറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അതാ ആടിനെ വേവിച്ച് വേലക്കാരൻ ദാസൻ വേവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇബ്നു ഉമർ തങ്ങൾ പറയാണ് വേലക്കാരനോട്, അതെ, ആ ആടിൻ്റെ കറി പാകമായാൽ, വെന്ത് റെഡിയായാൽ ആ അയൽവക്കത്തുള്ള ജൂത സഹോദരൻ വേഗം ഒന്ന് കൊണ്ടേ കൊടുക്കണേ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇതെന്താണ്, അടുത്തിരിക്കുന്നവർക്ക് ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയണം. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അയൽക്കാരൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ധാരാളം ഉപദേശിച്ചിട്ടുണ്ട് എന്നായിരുന്നു മറുപടി. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സ്നേഹമാണ് പഠിപ്പിച്ചു കൊടുത്തത്, സ്നേഹത്തിൻ്റെ പ്രസന്നമാണ് നടത്തിയത്. വിഷമിക്കുന്നവരെ കണ്ട് സഹായിക്കാനാണ് പറഞ്ഞത്, യുദ്ധം ചെയ്ത് തകർക്കാനല്ല, ആയുധമെടുത്തുകൊണ്ട് മറ്റുള്ളവനെ കീഴ്പ്പെടുത്താനല്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൻ്റെ സൗരഭ്യവും സൗന്ദര്യവും ഇന്നും ലോകം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതും നൂറുകണക്കിന് സൈനിസ്റ്റുകളും ബുദ്ധിജീവികളും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക മനോഹാരിതയുടെ പരിസരം തേടി അന്വേഷണങ്ങൾ ഏർപ്പെട്ടതും അതിനെ പുലുകാൻ തയ്യാറായതും. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ മതമായ പരിശുദ്ധ ഇസ്ലാമിനെ കൂടുതൽ പഠിക്കാം, അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടാം. എല്ലാ വിഭാഗം ആളുകളുമായി നമുക്ക് സ്നേഹത്തിൻ്റെ കണ്ണികൾ കൂടുതൽ ശാക്തീകരിക്കാം. നാട്ടിൽ സംഘർഷങ്ങൾ വേണ്ട, സംഘട്ടനങ്ങൾ വേണ്ട, വിഭാഗീയത വേണ്ട, പിണക്കങ്ങൾ വേണ്ട, ഇണക്കങ്ങളാകട്ടെ, വണക്കങ്ങളാകട്ടെ. ജഗന്യന്താവായ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.